ഹലോ! അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവ് പുത്തൻ പ്രൊമോ എത്തിയിരിക്കുകയാട്ടോ. അപ്പൊ എല്ലാരും കട്ട വെയിറ്റിംഗ് ആയിരുന്നു ആ ഒരു മുറിയുടെ കാര്യത്തിൽ എന്ത് തീരുമാനമാകും എന്നറിയാൻ വേണ്ടി അല്ലേ. അപ്പൊ നമ്മുടെ രേവതി ഇങ്ങനെ കുറെ തവണ വിളിച്ച് വിളിച്ച് അവസാനം ക്ഷമ നമ്മുടെ സച്ചി ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഫോൺ എടുത്തപാടെ നമ്മുടെ രേവതി കുറെ പറയുന്നുണ്ട്, നിങ്ങൾ എന്നെ, നിങ്ങളുടെ അമ്മ എന്നെ പറയാവുന്നതിലും അപ്പുറം, നിങ്ങളുടെ അമ്മയിൽ നിന്ന് ഞാൻ കേൾക്കാവുന്നതിലും അപ്പുറം ഞാൻ കേട്ട് കഴിഞ്ഞു. ഇനിയെങ്കിലും ഒന്നിങ്ങോട്ട് വാ, ആ മുറി ഒന്ന് തുറന്ന് കൊടുക്ക് എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി വീട്ടിൽ നിന്ന് പൊക്കോളാൻ പറഞ്ഞാൽ ഞാനത് കേട്ടോളാം, ഞാൻ അത്രയ്ക്കും സഹി കെട്ടു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ സച്ചി ഓടി എത്തുന്നുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക്. എന്നിട്ട് നമ്മുടെ ചന്ദ്രമതിക്കിട്ട് കണക്കിന് കൊടുക്കുന്നുണ്ട് കേട്ടോ. പറയുന്നുണ്ട്, ഇവൾക്ക് ആരുമില്ല, ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് കരുതിയാണോ നിങ്ങൾ ഇവളെ ഇട്ട് ചാടിക്കുന്നത്? അവളുടെ ഭർത്താവായി അവിടെ കഴുത്തിൽ താലി കെട്ടി ഞാനുണ്ട്. അവളെ വേദനിപ്പിക്കാനോ സങ്കടപ്പെടുത്താനോ ഒന്നും ഞാൻ സമ്മതിക്കില്ല. ഞാൻ അവളെ ഇന്നും ചേർത്ത് നിർത്തും. ഇനി അവളോടെങ്ങാനും എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, നിങ്ങളോടൊക്കെ ദേഷ്യമുണ്ടെങ്കിൽ അത് എന്നോട് തീർത്തോ, പക്ഷെ രേവതിയുടെ അടുത്ത് ഒരിക്കലും തീർക്കാൻ പോകരുത്, ഇനി മേലാൽ ആവർത്തിക്കരുത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ സച്ചി നമ്മുടെ രേവതി ചേർത്ത് നിർത്തി നമ്മുടെ ചന്ദ്രമതിക്കിട്ട് കൊട്ടുകൊടുക്കുന്ന രംഗങ്ങൾ തന്നെയായിരുന്നു. എന്നാലും അത് പൊളിച്ച് അടക്കി അല്ലെ. ഒരു രക്ഷയില്ലാത്തൊരു രംഗങ്ങളും ഡയലോഗുകളും തന്നെ ആയിരുന്നു കേട്ടോ. എന്തായാലും വളരെ സന്തോഷം, നമ്മുടെ സച്ചി നമ്മുടെ രേവതിയെ മനസ്സിലാക്കുന്നുണ്ടല്ലോ അല്ലെ. അപ്പൊ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.